പണിയെടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ഉറങ്ങാ? എടി ഞാൻ അവിടുത്തെ പുല്ലൊക്കെ പറക്കായിരുന്നു. അങ്ങനെ ക്ഷീണിച്ചപ്പോ ഒന്ന് വന്നിരുന്നപ്പോ ഇങ്ങനെ അറിയാണ്ട് മയങ്ങിപ്പോയി. ഇത് നിങ്ങളുടെ സ്റ്റേജ് ഒന്നും അല്ല ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂക്കാൻ വേണ്ടിട്ട്. കർത്തമലിക്കില്ലല്ലോ. നീ എപ്പോഴും കർത്തമലിക്കനെ കുറിച്ച് കളിയാക്കാറുണ്ട്. കർത്തമലി എന്ന് പറഞ്ഞൊരു കലയാണ്. അത് ഞാൻ പൊക്കും താഴ്ത്തും ചെയ്യില്ലെങ്കിൽ നിന്റെ കളി ആര് കാണാനാ? ഭയങ്കര കലയാണ്. ഇതിപ്പോ നാടകം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ പറയണത്. എന്തെങ്കിലും പച്ചക്കറി നട്ടാ നമുക്ക് തന്നെ കഴിക്കാം. എടി വേക്കണ പോലെയൊക്കെ ഞാൻ ചെയ്യണില്ലേ? ഇതൊന്ന് വേക്കണ പോലെ എന്നെ പറഞ്ഞാ മതി. ഒരു കർത്തമലിക്കാരന്റെ കൂടെ ഇറങ്ങി പോന്നല്ലോ. വെറുതെ കർട്ടൻ വെക്കണോണ്ട് മാത്രമല്ലോ നീ എന്റെ കൂടെ പോകുന്നത്. നിന്റെ പെട്ടി എടുത്ത് ഞാൻ സ്റ്റേജ് കൊണ്ടാക്കണം. നാടകം കഴിഞ്ഞാൽ പെട്ടി എടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കണം. എല്ലാരും പോയാലും നിന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അതൊക്കെ കണ്ടിട്ടില്ലേ നീ എന്റെ കൂടെ പോകുന്നു? ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ പൊന്നു പോലെ നോക്കുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഇനി നാടകത്തിന് പോയോക്ക്. ഞാൻ നിന്റെ പെട്ടി എടുത്ത് പിറകെ വരും. നാടകം ഇല്ലാത്തോണ്ടല്ലേ മനുഷ്യ നിങ്ങളോട് ഇതൊക്കെ പറയണേ. കയ്യിൽ ഒരു 5 പൈസ ഇല്ല. ആരോടെങ്കിലും ഈ സമയത്ത് പോയി ചോദിച്ചാൽ തരുമോ? എടി അപ്പൊ റേഷൻ കടയിൽ നിന്ന് മേടിച്ച 8 കിലോ അരി തീർന്നാ? ഇല്ല, ഇവിടെ ഉണ്ട്. പുഴുങ്ങി തിന്ന്. നിങ്ങളോട് ആ വിറക് ഞാൻ എടുത്ത് വെക്കാൻ പറഞ്ഞായിരുന്നോ? മഴ നനഞ്ഞു പോയില്ലേ? ഇനി എന്തെടുത്തിട്ട് കത്തിക്കും? നീ ഇവിടെ വെറുതെ ഇരിക്കില്ലായിരുന്നു? ആ വെയില് സമയത്ത് അതൊക്കെ എടുത്ത് എടുക്കാറില്ല എനിക്ക്? എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരവുണ്ടല്ല. നിങ്ങളിത് എങ്ങനെ ജീവിക്കാന്ന് ഓർത്തിരിക്ക? എടി ആ മന്മഥന് ഒരു 5000 റുപ്യ കൊടുന്നേരാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാസം കൂടി ജീവിക്കാം. അത് സ്വപ്നം കണ്ടോണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് ഉറങ്ങിയതല്ലേ? അല്ലേ? അത് കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? അല്ല, അത് കഴിയുമ്പോഴേക്കും കൊറോണ ഒക്കെ മാറും. പിന്നെ നിനക്ക് നാടകത്തിന് പോവാലേ. എന്നാലും നിങ്ങൾ ഒരു പണി എടുക്കൂല. എണീച്ചവിടുന്ന് മടിയെ മതി ഇവിടുത്തെ പണി. ഹായ് മാമ, ഹായ് മമ്മി. ഇതെന്ത് പരിപാടി? ഇതേ അവിടെ കുറച്ച് പുല്ലൊക്കെ മാറ്റിയിട്ടേ കുറച്ച് പച്ചക്കറി നടാച്ചിട്ടാ. കൃഷി? ഇപ്പോഴും കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കേ മാമൻ അല്ലേ? നീ 5000 കൊടുന്ന കണ്ടു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവരുന്നു. ഇതെന്ത് കോലോടെ ഇത്? ഇതിപ്പോഴത്തെ ട്രെൻഡ് സ്റ്റൈല് മാമി. ഇതിപ്പോ ടിവിയിൽ കാണിക്കണ കൊറോണയെ പോലെ ഇല്ലേ ഇവൻ? എടാ ക്ലാസ് മാറ്റി. അത് വേണ്ട, ഇതാ നല്ലത്. മാറ്റി ശരിയാ. മാറ്റിയടാ. ഇപ്പൊ അത് പിന്നെ ഇതെന്താടാ ഈ കണ്ണില്? കണ്ണുകൊണ്ട് മുട്ടുസൂചി എടുക്കാൻ ശ്രമിച്ചതാ. അപ്പൊ മുട്ടുസൂചി നേരെ കണ്ണിന്റെ അകത്ത് തന്നെ വന്ന് കൊണ്ട്. അതെന്തിനാടാ ഈ കണ്ണോട്ടൊക്കെ മുട്ടുസൂചി എടുക്കണേ? ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, മന്മഥൻ ദ റിയൽ ഹീറോ. അതിനകത്ത് എന്റെ പല സാഹസിക പ്രകടനങ്ങളും പല പരിപാടികളും വരുന്നുണ്ട്. അത് ആൾക്കാർ കാണുന്നു. കണ്ടു കഴിയുമ്പോൾ മാസം എനിക്ക് നല്ലൊരു തുക എന്റെ അക്കൗണ്ടിലേക്ക് വരും. പൈസ കിട്ടുന്നുണ്ടോ? പിന്നെ അപ്പൊ ഈ മരുന്ന് വെച്ചോടെ നിർത്തിയോ? അതാരിന് ചെയ്യും? എന്റെ പട്ടി ചെയ്യും. ഞാൻ നിൽക്കില്ല അതിന്. ഈ മാസം എന്റെ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് വന്നു എന്നറിയാമോ? എത്ര? 80,000. 1 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപ കുറവ്. അത് അടുത്ത മാസം ഞാൻ കവർ ചെയ്യും. 1.5 ലക്ഷം രൂപ വരും നോക്കൂ അടുത്ത മാസം എന്റെ അക്കൗണ്ടിൽ. ശരിക്കും പറയണാണോ? പിന്നെന്താ, ഞാൻ തമാശ പറയാം. എന്താ അല്ല, ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി? എന്റെ മാമി, ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ കുറെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതായിട്ട് കുക്കറി ഷോയാണ്, മന്മഥന്റെ കഞ്ഞിയും കറിയും. അത് ഒരു പ്രോഗ്രാം. പിന്നെ സിനിമാക്കാരെ വെച്ചിട്ട് വേറൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ, നാളെ നീ, മറ്റന്നാ വേർത്തൻ. അല്ലടാ, ഇനി ഈ സിനിമാക്കാരെയൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യണ്ടേ? എന്തിന്? സിനിമാ മാസിക ഇഷ്ടം പോലെ കിടക്കല്ലേ, അതങ്ങോട്ട് നോക്കും. അത് വെച്ചിട്ട് കലയ്ക്ക് ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, തിങ്കൾ മുതൽ ഞായർ വരെ വാരഫലം. എടാ, ഇത് നിനക്ക് ജോലിച്ച് അറിയാമോ? ഇപ്പൊ മാമിയുടെ ഈ ആഴ്ച, മാമന്റെ അടുത്ത ആഴ്ച. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കറക്കം. എടാ, അപ്പൊ ശരിക്കും പൈസ കിട്ടൂടാ? പിന്നെ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ എനിക്കിപ്പോ. എടാ, എനിക്കും ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ കണ്ട ആപ്പുകൾക്കൊന്നും ഇത് തുടങ്ങി പൈസ ഉണ്ടാക്കാന്ന് വിചാരിക്കണ്ട. മാമനെ ഉദ്ദേശിച്ചാ പറഞ്ഞ കേട്ടോ. പിന്നെ മാമിക്ക് കുറച്ച് കല ഉള്ളിലുള്ളത് കൊണ്ട് മാമിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാശുണ്ടാക്കും. എടാ, അവളൊരു നല്ല നാടക നടിയല്ലേ? എനിക്ക് അറിഞ്ഞൂടെ? അവരുടെ നടന വൈഭവത്തിനെ നശിപ്പിച്ചില്ലേ നിങ്ങളെ കൂടെ കൂടിയിട്ട്. മാമിക്ക് എന്തെങ്കിലും കഴിവ് ആന്തരികമായി ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതിനെടുത്ത് പുറത്തോട്ടിട്ട്. മണ്ടൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ബെൽ ബട്ടൺ ഇല്ലേ, അതിൽ മുറുക്കനെ ഒന്ന് ഞെക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു. നീ വന്നേ. അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടേ, ഇത് എങ്ങനെ പറയണം? സാമ്പാർ എന്ന് പറയണോ നാടൻ സാമ്പാർ എന്ന് പറയണോ? നാടൻ സാമ്പാർ. നാടൻ സാമ്പാർ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ സാമ്പാറാണ്. വേണ്ട, സാമ്പാർ എന്ന് പറഞ്ഞ സാമ്പാർ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വിഭവം സാമ്പാറാണ്. അങ്ങനെ പറയാം അല്ലേ? നാടൻ സാമ്പാറല്ലേ? ഏതെങ്കിലും ഒന്ന് പറ. സാമ്പാർ അല്ലേ? വേണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു.
ഇങ്ങനെ പറയാനാണ് പിന്നെ ഞാൻ എന്തിനാ അഭിപ്രായം ചോദിച്ചു? എടി നീ ആദ്യമായിട്ടല്ലേ എന്നോടൊരു അഭിപ്രായം ചോദിക്കണേ, അപ്പൊ ഞാൻ ആകെ ടെൻഷനായി പോയി. സാമ്പാർ സാമ്പാർ അല്ല, ഇതിപ്പോ ഇതിന്റെ മുമ്പ് നമ്മളിത് വീഡിയോ എടുത്ത് വിട്ടില്ലേ? ഇത്ര ദിവസമായി ഇതുവരെ കാശ് വന്നിട്ടില്ല. അങ്ങനെ വെറുതെ പൈസ വരൂല. അതില് ഞാൻ പറഞ്ഞതൊന്നും ക്ലിയർ ആയില്ല എന്നൊക്കെ ആൾക്കാർ അടിയിൽ കമന്റ് ഇട്ടെങ്ങനെ കണ്ടില്ലേ? അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് ഈ തക്കാളിയൊക്കെ മര്യാദയ്ക്ക് കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചാ നിങ്ങള്? എടി അത് ഞാൻ ഇങ്ങനെ ക്ലോസിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വൈഡിലേക്ക് വരാനല്ലേ. ആ മന്മഥന്റെ വായിന്ന് ഏതാണ്ട് വാക്കൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇത് മര്യാദക്ക് കാണിക്കണോന്ന്. തുടങ്ങാല്ലേ? തുടങ്ങാന്ന് പോയി നിക്കവിടെ. എന്തിപ്പോ അവിടെ വെച്ചോണ്ടിരിക്കണേ? എന്റെ മുഖമല്ലേ കാണേണ്ടത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് നാടൻ സാമ്പാറാണ്. എല്ലാവർക്കും സാമ്പാറിന്റെ പേരറിയാം, പക്ഷെ എങ്ങനെ വെക്കണ്ടേന്ന് അറിയില്ല അല്ലെ? ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. വെണ്ടയ്ക്ക ഇവിടെയുണ്ട്, മുരിങ്ങാക്കോല് വേണം, പിന്നെ ക്യാരറ്റ്, തക്കാളി, പിന്നെ പടവലങ്ങ ഇവിടെ ചേട്ടന് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അതും ഞാൻ സാമ്പാറിൽ ഇടാറുണ്ട്. പിന്നെ ബീൻസ് രണ്ടെണ്ണം മാത്രം ഇട്ടാ മതി. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ പൊടികളാണ്. പൊടികൾ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം നമുക്ക് അതിന് അടുപ്പ് കത്തിക്കണം. ഇതെന്താ കത്താത്തേ? ഗ്യാസ് തീർന്നു. ഗ്യാസ് ഇല്ലല്ലോ. ഗ്യാസ് ഇല്ലാതെ പിന്നെ എന്തിനാ ഈ കുന്തം ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണേ? നീ എന്നല്ലേ ഇവിടെ സിലിണ്ടർ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞേ? സിലിണ്ടർ വെറുതെ വെച്ച കത്തോ? അത് എവിടെയെങ്കിലും പോയി എടുത്തോണ്ടോ പോവാൻ. ആശാൻ നിങ്ങൾ ഇങ്ങനെ തളങ്ങും വിളങ്ങും നടന്നു നിൽക്കേണ്ട ഒരു ബാക്കി ഇരുന്നിട്ട് നിങ്ങൾ തീരുമാനം പറയും. എത്ര നേരമായി ഇരിക്കണ്? അനക്കൊന്നും പറയല്ലേ? എന്താ ശീതള പറ. ആശാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ മൊയ്ത് പറഞ്ഞു കേൾക്കുമ്പോ നമുക്കിപ്പോ ഈ സീസണൊക്കെ അവസാനിച്ചിട്ട് പിന്നെ സീസൺ തുടങ്ങണത് നമുക്ക് ഓണത്തിനാണല്ലോ. അതെ, ഓണത്തിന് 10-15 നാടകം നമുക്ക് കിട്ടുന്നതാ. ഒരൊറ്റ നാടകം ഇല്ല. ഇനിയിപ്പോ ഈ വർഷം നാടകം ഉണ്ടാവൂല, നമുക്കത് പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് ജീവിത മാർഗത്തിന് ചെയ്തേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ആശാന്റെ വിളി വന്നപ്പോ തന്നെ കളിയുണ്ടെന്നും പറഞ്ഞ് പെട്ടിയെടുത്തോണ്ട് പോകുന്നു. ഇനി വീട്ടിലെന്ത് പറയും? വീട്ടിലെ കാര്യമാണെങ്കിൽ അതിലും വലിയ കഷ്ടം. അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കാൻ പോലും നയ പൈസ ഉണ്ട്. ഈ വിഷമൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കുക. ഞാൻ ഒന്ന് പറയാം, ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാല് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാനലാ. എടാ മൊയ്തോ, ഞങ്ങള് നാടകക്കാരല്ലേ, ഞങ്ങൾക്ക് നാടകം കളിക്കാനല്ലേ അറിയൂ. ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും നാടകം കളി നടക്കൂല. അപ്പോഴാണ് ഈ വെബ് സീരീസ് ഇപ്പൊ എല്ലാരും അതാണ് ചെയ്യുന്നത്. നാടകം പോലെ അല്ലാന്ന് ഈ സീരിയല്, അതൊക്കെ വേറെ രീതിയിൽ, അതൊന്നും ശരിയാവില്ല. എത്ര ആൾക്കാർ ചെയ്തിട്ട് എന്തൊക്കെ ചവറ വന്ന് പോണ് യൂട്യൂബില്. എന്റെ ആശാനെ, ഇങ്ങളെ പോലത്തെ ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ, ഇവരെ പോലെ അഭിനേതാക്കള്, എനിക്ക് ഒരു പണിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, കല്യാണങ്ങളൊന്നും നടക്കില്ല. എന്റെ ക്യാമറ വെറുതെ കിടക്കുക. അപ്പൊ ക്യാമറ എടുത്ത് ഞാനത് ഷൂട്ട് ചെയ്തോളാം. അതുപോലെ എന്തിനാ പുറത്തു പോണ? കയ്യിലൊരു കിടിലൻ ഹീറോ ഇരിപ്പില്ലേ? ആരാത്? കാര്യപ്പെട്ടൊരു കാര്യം പറഞ്ഞു. നാടകം അറിഞ്ഞിട്ട് ആശാൻ നാടകം സംവിധാനം ചെയ്ത് 2 അവാർഡും കിട്ടിയത്. ആശാനും ആയത് 2 എനക്കും കിട്ടിയ അവാർഡ്. നിനക്കെപ്പോഴാ അവാർഡ് കിട്ടിയത്? ആശ കഴിഞ്ഞ മിഥുനത്തിന് എനക്ക് തന്നില്ലേ ചേച്ചിന്ന്? അതാ ക്ലബിലുകാര് തന്നിട്ടുള്ള മൊമെന്റാണ്. അത് വീട്ടിൽ വെക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാ ഞാൻ. ഈ വക ആളുകളെ വെച്ചിട്ട് വേണം ഇത് നടത്തിക്കൊണ്ടു പോവാൻ. എങ്ങനെയുണ്ട്? അല്ല ആശാൻ, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഒന്ന് കുളിച്ച് യാത്രയായി വീടിന് പുറത്തോട്ട് ഇറങ്ങിയ ആളുകൾ ചോദിക്കും, ഇന്നെവിടെയാണ് കളി? ഞാൻ എന്ത് പറയും? എന്റെ പ്യാരി, ഇത് എന്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പൊ ഒരു കലാകാരന്മാർക്കും ഇല്ല പ്രോഗ്രാം. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കലാകാരനുണ്ട്. ആരാറിയോ? മന്മഥനോ? നമ്മുടെ സുഗതന്റെ മരുവല്ലേ, മുടിയൊക്കെ നീട്ടി വളർത്തി. കലാകാരൻ അല്ലല്ലോ, ഓനങ്ങൾ അങ്ങനെ ഇതാക്കണ്ട. മാസത്തിൽ 80,000 റുപ്യ വരെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആന്ന് ആ കോലവും വെച്ചിട്ടാ. പിന്നല്ലാണ്ട്. ഇനി വേറെ ഒന്ന് കേട്ടോളി, നമ്മളെ മണ്ടു തുടങ്ങിയിരിക്കണ ചാനൽ. മണ്ടോ? നമ്മുടെ ആശാന തല്ലിയ മണ്ടുല്ലേ? ആശാനാർ തല്ലി? അത് ചോദിച്ചിട്ട് ബാക്കി കാര്യം, ചാനലിന് ചർച്ചയിലെ ബാക്കി കാര്യം. പോട്ടെ, അത് പഴയ കാര്യമാണ്. നാടകം കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവൾ അതൊന്നും നോക്കാതെ ആ സൂതനായിട്ട് ചിങ്കരിച്ചോണ്ട് നിന്നു. അതിന് പോയി ആശാനൊന്നും ഇല്ലേതാ. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഓള് വരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണം. പിന്നെ ഞമ്മക്കെന്താ തുടങ്ങിയാലെന്ന്?
എന്നാലും ഒന്നും നോക്കണ്ടല്ലേ അങ്ങോട്ട് തുടങ്ങാം. തുടങ്ങാശാനെ ആശാന അതൊരു കഥ ഇവിടെയാണ്. ബാക്കി കാര്യം പിന്നെ സത്യേട്ടാ നിങ്ങളെ കൈ കൊണ്ട് നോക്കി. അതെ ചിത്ര വെക്ക്. മേക്കപ്പെടട്ടെ. കൈ വെക്കടാ. അപ്പൊ സത്യ തിയേറ്റേഴ്സ് ഒരുക്കുന്ന വെബ് സീരീസ്. അപ്പൊ ഡയലോഗ് പഠിച്ചില്ലേ? ഓക്കെ അല്ല ഹൃദയസ്ഥല്ലേ? ആ അതെ എന്നാ തുടങ്ങാ അല്ലേ? അപ്പൊ ആശാൻ പറയുമ്പോ ഡയലോഗ് പറയണം. ആശാൻ പറയുമ്പോ അല്ലടാ ആക്ഷൻ എന്ന് പറയുമ്പോ നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങും. അതെ ആശാനല്ല ആക്ഷൻ എന്ന് ആശാനെ പറയണം. പറയാ. എന്നാ തുടങ്ങാ. എന്തേ എന്താണ്? ഒന്നുമില്ല. അതിന്റെ എല്ലാവർക്കും വേണോ? അതൊക്കെ നല്ലതാണ്. കാര്യേ നമുക്ക് തൊട്ടാള് അതൊക്കെ നല്ലതാ. നാടകല്ല വെബ് സീരീസാ. ഓക്കെ ഓണാക്കട്ടോ? അല്ല ഓണാക്കണം. ഓണാക്കണ്ട ഇത് എങ്ങനെ എടുക്കല്? അല്ല ഇത് പറയാ. അത് നിങ്ങൾ വല്ലാണ്ട് വെറുപ്പിക്കരുത്. ഞാൻ എത്ര കല്യാണം ആൽബം ഒക്കെ എടുത്ത ആളാട്ടോ. ഞാൻ പറഞ്ഞുതരാം. കല്യാണം എടുക്കണ പോലെയല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കല്യാണം ഞാൻ എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. സമയങ്ങളല്ലേ? ഞാൻ ക്യാമറ ഓൺ പറയും, അപ്പോഴും ഓണാക്കുള്ളൂ. അപ്പോഴേ ഓണാക്കി. അപ്പൊ ക്യാമറ ഓൺ. ക്യാമറ റണ്ണിങ് ആക്ഷൻ. ഒരു ലേശം കുറയ്ക്കും. ഒന്നര റോളിംഗ് സാർ, റോളിംഗ് സാർ. ആക്ഷൻ. ഫെഡറിക് ഓന്റെ പേര്. അതല്ല ഞാൻ ആ പെട്ടെന്ന് ശബ്ദം കുറയ്ക്കേണ്ട ഒരു ഇതിൽ പെട്ടെന്ന് ക്യാമറ ഓൺ ആയിക്കോ. റണ്ണിങ് ആക്ഷൻ. ഫെഡറിക്കേ 26 വയസ്സായ നിനക്ക് നാളിത്രയായിട്ടും ഈ വീടിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിന്നെ അറിയിച്ചിട്ടില്ല. നിനക്കൊരു പെങ്ങളുണ്ടെന്നുള്ള കാര്യമെങ്കിലും നീ ഓർക്കണം. നാടകമുണ്ട് പറഞ്ഞു. അതെ നമ്മള് ഈ സ്റ്റേജിൽ അഭിനയിക്കണ പോലെ അത്ര വേണ്ട. അല്ല വേണ്ട. നോർമലായിട്ട് പറഞ്ഞാൽ മതി. ഇതിന്റെ അകത്ത് കാണുമ്പോ നിങ്ങളെ മുഖത്തെ എക്സ്പ്രഷൻ ഭയങ്കര എക്സ്പ്രഷനാണ്. എന്തിനാ ഇത്രയൊക്കെ എക്സ്പ്രഷൻ കൊടുക്കണേ? ചെയ്യാതെ റെഡി? റെഡി? ക്യാമറ റണ്ണിങ് സാർ. ആക്ഷൻ. ഞെട്ടിപ്പോയി ഞാൻ. ഇയ്യൊന്നും ഞെട്ടിയല്ലോ. ഞാൻ അത് കറക്റ്റ് ആയി നിന്നതാണ്. അത് നല്ല നടന്മാരാണ്. നമ്മളെ ആശാനം നമ്മള് ഇത് ചെയ്തിട്ടില്ല. വെബ് സീരീസിന്റെ വ്യത്യാസമാണേ. അല്ല ഈ വേഷം ആശാൻ ചെയ്ത് ശരിയാവും തോന്നുന്നത്. അല്ല അത് വേണ്ട. റെഡി റെഡി. ഞാൻ പോടാ. ഈ സീനില് നിന്റെ സീൻ ആയിട്ടില്ല, ഒരു സീൻ എടുത്തിട്ടില്ലല്ലോ. അലാശാന്റെ തട്ടക്കേറി 2 മണിക്കൂർ തുടർച്ചയായി ഡയലോഗ് പറയുന്നത് ഞാനാണ്. ഇവരിൽ വന്നു പോകുന്ന നാടകത്തിൽ ഒരൊറ്റ ഡയലോഗ് ഇല്ല. ഒരു സീൻ എടുക്കട്ടെ. ഉണ്ണി ഇതൊന്ന് കഴിയട്ടെ. നാടകല്ലത്, അത് കാണുന്നില്ല ആശാൻ എന്റെ ഡയലോഗ്. ഇത് കളയല്ലേ. ക്യാമറ റണ്ണിങ്. ആക്ഷൻ. ഫെഡറിക്കേ എന്താണ് ശീതള എത്ര പ്രാവശ്യം ഇത് പറയണേ? വരരുതെന്ന് പറയുമ്പോ ഇവിടെ എത്തണം, എന്നാലും എനിക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ റെഡി സാർ. ആശാൻ ഓക്കെ. ആശാൻ ഓക്കെ. ഇതൊക്കെ ആൽബത്തിൽ അഭിനയിക്കുന്ന ചെക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി സാറേ. റെഡി? ആ ഇടി ഇടി. റെഡി? ക്യാമറ ഓൺ. റണ്ണിങ്. ആക്ഷൻ. ഫെഡറിക്കേ നീ ഇനി ഇവിടെ വരരുത്. 26 വയസ്സായ നിനക്ക് എന്തേ തെറ്റിച്ചെന്ന്. നീ ഇവിടെ വരരുതെന്ന് മുതല് വേറൊരു സീനായിട്ട് എടുക്കാന്ന് ആശ നേരത്തെ പറഞ്ഞത്. 10-26 അതാ ഞാൻ പറഞ്ഞത്. നീ വരരുതെന്ന് ഫെഡറിക്കൊന്ന് മാറ്റാൻ പറ്റിട്ട് വല്ല തമ്പിന്ന ശശിന്ന് വല്ല അല്ല പറയാൻ പറ്റില്ല. പറയണേ ശരിയില്ല, അതുകൊണ്ട് തന്നെ അവൻ പറയണേ. ഓക്കെ ഇത് ഓക്കെ ആയിരിക്കണം കേട്ടോ. റെഡി? ക്യാമറ ഓൺ. റണ്ണിങ് സാർ. ആക്ഷൻ. വല്ലാണ്ട് പറഞ്ഞു പോയോ? ഫെഡറിക്കേ. ആ ഫെഡറിക്കേ. ഫെഡറിക്കേ. ഫെഡറിക്കേ അത് മതി, അങ്ങനെ മതി. റെഡി? ഫെഡറിക്കേ. റണ്ണിങ് സാർ. ആക്ഷൻ. ഫെഡറിക്കേ 10-26 വയസ്സായി നിനക്ക്. ഫെഡറിക്കേ അച്ഛാന്നാ വിളിക്കണ്ടത്. ശരിയാവണില്ല. എന്താണ് ഫെഡറിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ അത് തന്നെ നിന്ന് ഒരു സീന് പോലും കിട്ടില്ല കേട്ടോ. എന്ത് ഇവനിപ്പ എന്നെ അച്ഛാന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഫെഡറിക്ക് അച്ഛൻ എന്തിലാവട്ടെ. ഞങ്ങൾ നീ വിളിക്കേണ്ടത് ലാസ്റ്റ് ആണ്. ഞാൻ പറയുന്നേ, ഞാൻ പറയണ പോലെ ചെയ്യും. ശരി തുടക്ക്. ഫസ്റ്റ് ഡയലോഗ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ അല്ലേ? ഓക്കെയാണ്. അപ്പൊ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞ ഫസ്റ്റിൽ ഒന്ന് പറഞ്ഞേ. ഞാൻ ക്ലോസ് എടുക്കില്ല. ക്ലോസ് മുട്ടടക്കി. ഫെഡറിക്കേ 10-26 വയസ്സായ നിനക്ക്. കറക്റ്റ്. അത് മതി. അത് ആ മീറ്ററിൽ പിടിച്ചാൽ മതി. റെഡി? റെഡി? ക്യാമറ റണ്ണിങ് സാർ. ആക്ഷൻ. റെഡിയാണോ? ക്യാമറ. റണ്ണിങ് സാർ. ആക്ഷൻ. ഫെഡറിക്കേ
26 വയസ്സായി നിനക്ക്. നാളെ ഇതുവരെ ആയിട്ടും ഈ വീടിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിന്നെ അറിയിച്ചിട്ടില്ല. നിനക്കൊരു പെങ്ങളുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. അടിപൊളി. ആ കുഴപ്പമില്ല, നന്നായി. നന്നായിട്ട്. ആ, ആശാനെ നമുക്കിതൊന്ന് ചെയ്ത് കിട്ടണ്ട. മീറ്ററാ മീറ്ററാ. ഇപ്പൊ കറക്റ്റായി. ഈ ശീതളേട്ടന്റെ ഓക്കെ അല്ലേ? എന്റെ ഓക്കെയാണ്. ഇങ്ങനെ അച്ഛാന്ന് വിളിക്കണോ? ആ അച്ഛാന്ന് വിളി. ആ ഒന്ന് അച്ഛനെ വിളിക്കണോ? അച്ഛാ എന്തിനാ ഇങ്ങനെ ഉറക്കം വിളിക്കണോ? അച്ഛനല്ലേ നിൽക്കണ്. എല്ലാവരും മതി. കാര്യം ഒന്ന് ഒതുക്കി പറഞ്ഞാ മതി. ആ വിളിക്കേ. അച്ഛാന്ന് വിളിച്ചാ മതി. ആ അച്ഛന്ന് വിളിക്കേ. ഈ പുള്ളി തിരിങ്ങട് ഇങ്ങനെ നിക്കണം. അല്ല നേരത്തെ അങ്ങനെ അല്ല അത് തിരിഞ്ഞു നോക്ക്. മുഖം കാണാൻ. ആ വിളിക്കേ. വിളിക്കട്ടെ. ആക്ഷൻ. അച്ഛാ. അച്ഛാന്ന് വിളിച്ച് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണ്? എന്ത് സുരേഷ് ഗോപി കളിക്കുക? ഈ എന്താ കാര്യം? എത്ര കാലം ഇതൊക്കെ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഇത് ചുണ്ണാമിച്ച് കളിക്കുകയാണിത്. ഒരു അച്ഛാന്നിൽ വിളി പറ്റില്ലെങ്കിൽ പിന്നെ രാജിച്ച് പൊയ്ക്കാതെ ഇതിനൊക്കെ. അതെ, അന്റെ പണി എന്താണ്? ക്യാമറ ചെയ്യലല്ലേ? അത് ക്യാമറ ചെയ്താ പോരെ? പിന്നെ ഇതൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ. അല്ല ഇത്രയും വെറുപ്പ് എന്ത് വെറുപ്പിക്കണോ? എന്ത് വെറുപ്പിക്കണേ? ആ അച്ഛൻ എടുക്ക്. അല്ല ഞാൻ കറക്റ്റ് ആയിട്ട് പിന്നെ വിളിച്ചോളാം. ഇപ്പൊ എടുക്കണേ, എടുത്തിട്ട് പോണ്ടേ? റോൾ ചെയ്യണോ? റോൾ ചെയ്യണോ? ഇങ്ങനെ എന്നെ പഠിപ്പിക്കാൻ പെട്ടെന്ന് കിട്ടിയില്ല എനിക്കത്. ഓണാക്ക്. ഓണായി. ആ റണ്ണിങ് ആക്ഷൻ. എന്ത് പ്രാന്ത്. ആ എടുക്ക്. അത് കട്ട് ചെയ്യടോ. കട്ട് ചെയ്തു. ആ റണ്ണിങ് ആക്ഷൻ. വിളിക്കണ അച്ഛന്ന് വിളിക്കാൻ. എന്താ കാണിക്കണം? പോണ്ട. നീ അച്ഛന്ന് വിളിക്കോ അതോ നിന്റെ അച്ഛനെ ഞാൻ വിളിക്കണോ? ഞാൻ വിളിക്കാം. അച്ഛാന്ന് വിളിക്കാം. എന്നാ വിളിക്കേ. അച്ഛാന്ന് വിളിക്കാം. ആ ക്യാമറ റണ്ണിങ് സെറ്റ് ആക്ഷൻ. അച്ഛന്ന് വിളിക്കണം. അച്ഛാ. അച്ഛന്ന് വിളിച്ചിട്ട് പിന്നെ എന്തൊക്കെയാ ഈ കാണിക്കാൻ? എന്ത് ബോറാണ് പേര്. ഞാൻ കൊറേ ആയിട്ട് നിങ്ങളെ റിഹേഴ്സൽ കാണായിരുന്നു. എന്താ സത്യത്തിൽ നിങ്ങൾ ഇത് എവിടെ കാണിക്കാനാണ് ഇത് ചെയ്യുന്നത്? യൂട്യൂബില് യൂട്യൂബിൽ ഇത് എന്തായിട്ടാണ് വെബ് സീരീസ് ആയിട്ട്. വെബ് സീരീസ് ആയിട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ സംവിധാനം അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് സംവിധാനം ചെയ്യും. ഹലോ അത്ര അങ്ങോട്ട് കയറല്ലേട്ടാ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ നിങ്ങൾ വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ വാതിലുണ്ട്. അച്ഛൻ വാതിൽ തുറന്ന് അതിനകത്ത് ഇറങ്ങി വന്നൂടെ? അത് യൂസ് ചെയ്തൂടെ? ഇല്ലല്ല, അകത്ത് കയറായിരുന്നല്ലേ ഓണർ പറഞ്ഞാണ്. ഈ വാതിൽ കിടന്നുള്ള കളി മതി എന്ന് പറയും. പിന്നെ അങ്ങനെ വാതിൽ തുറക്കും. പെർമിഷൻ അതെ മന്മത, ആശാനെ ഞാൻ ആശാനെ മോശമാക്കിയിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഒന്നും പറഞ്ഞാ. അതെ സംഗതി ശരി തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് അത്ര വലിയൊരു വശമില്ല. ഞങ്ങൾക്ക് അറിയണ പോലെയുള്ള ഒരു സംഗതി ഞങ്ങൾ ചെയ്യണോ. അതിനിപ്പോ ലേശം മോശമായാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ സഹിച്ചു. പിന്നെന്താ പ്രശ്നം? അല്ല അതെ, ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ട്രോൾ ചെയ്ത് കൊല്ലും നിങ്ങളെ ട്രോളന്മാര്. അതൊന്നും ഇതൊന്നും കാര്യമില്ല. പിന്നെ ഞങ്ങളാരും സിനിമക്കാരൊന്നും അല്ലടോ, നാടകക്കാരല്ലേ. ഇത് ആള് കാണണ്ടേ? ഇത് നിങ്ങളെ വീട്ടുകാരും കുടുംബക്കാരും കണ്ടാ മതിയായി. മന്മഥൻ ആദ്യം മന്മഥന്റെ വർക്ക് ശരിയാക്കി ഞങ്ങൾ ഉപദേശിച്ചു. അങ്ങനത്തെ സംസാരമാണ്. ശീതള എന്റെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ധാരാളം കണ്ടിട്ടുണ്ട്. എനിക്ക് എന്ത് ഫോളോവേഴ്സ് ഉണ്ടെന്ന് അറിയാം. ഞാൻ പറയാം ഷൂട്ടിംഗ് നടക്കുകയാണ്. അങ്ങോട്ട് മാറി അല്ല ആശാൻ പറയണത് അങ്ങോട്ട് മാറി നിൽക്കേ. വളിപ്പാണ്. നിങ്ങൾ ഇതിന് കൂട്ടിക്കില്ല. എന്തെങ്കിലും നിൽപ്പ് സംശയം ഉണ്ടെങ്കിൽ എന്നോട് വിളിക്കണേ. മന്മാൻ ചെല്ല് ആശാൻ പറഞ്ഞില്ലേ? ചെല്ല്. അവിടെ പോയി നിൽക്കണോ? അത് ഞാൻ അറിയിക്കാം. അച്ഛാന്ന് ആളെ വിളിച്ചാൽ മതി. പിന്നെ വിളിച്ചാൽ മതി. കറക്റ്റ് ചെയ്തിട്ട് എന്താ കുഴപ്പം? അവനവിടെ എന്റെ മൈൻഡ് പോയി അവനെ കണ്ടപ്പോ. ഏടാ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്ന് നാടകം കളിക്കുന്നവനല്ലടാ നീ. ആ നിനക്ക് അച്ഛനെ വിളിക്കാൻ അറിഞ്ഞൂടെ? അറിഞ്ഞാട്ടല്ല. അവിടെ പോയല്ലോ. അച്ഛാന്ന് വിളിക്ക്. അച്ഛാന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി. അച്ഛാ കട്ട്.